Hello friends, welcome back. ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സ് നോക്കാം. ഇത് ബിഗിനേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ കുർത്തിയാണ്. അപ്പോൾ ഈ കുർത്തിയുടെ നെക്കിലേക്ക് പൈപ്പിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പൈപ്പിംഗ് ത്രെഡ് പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണ്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഈ നെക്കിൻ്റെ ഉള്ളിലായി തന്നെ നമുക്കിതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ സിപ്പർ ഫൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിപ്പർ ഫൂട്ടർ ഞാൻ ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ റെഡിമെയ്ഡ് പൈപ്പിംഗ് ഇത് അടിയിലാക്കി വെച്ച ശേഷം നമ്മുടെ ഈ ചുരിദാറിൻ്റെ നെക്കിൻ്റെ ടോപ്പ് സ്റ്റിച്ചില്ലേ അതുവഴി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായി. അപ്പോൾ ഈ പൈപ്പിങ്ങിൽ സ്റ്റിച്ചിങ് കൊള്ളാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിങ്ക് ഫൂട്ട് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയി തന്നെ കിട്ടും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിക്കഴിഞ്ഞ് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, പൈപ്പിങ് ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ഗ്യാദേഴ്സ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മെഷീനിലെ സ്റ്റിച്ചിങ് ലെങ്ത് കൂട്ടിയിടാം. അപ്പോൾ നിങ്ങളുടെ മെഷീനിലെ ഏറ്റവും കൂടിയ ലെങ്ത് വേണം ഇടാനായി. അപ്പോൾ എനിക്കിവിടെ ഈ ലെങ്താണുള്ളത്. അപ്പോൾ ഞാനിവിടെ മാക്സിമം ലെങ്താണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് എവിടെയാണോ നമുക്ക് ഗ്യാദേഴ്സ് കൊടുക്കേണ്ടത് നമുക്കവിടേക്ക് ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ലോക്ക് ഇട്ടിട്ടാണല്ലോ എല്ലാം സ്റ്റിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് ഇടാറില്ല. കുറച്ച് ത്രെഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് തന്നെ ഇട്ടേക്കണം. അതുപോലെ സ്റ്റിച്ചിങ് കഴിയുമ്പോഴും നമുക്ക് ലോക്ക് ചെയ്യേണ്ട, കുറച്ച് ത്രെഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ഈ ത്രെഡ് ഇതുപോലെ ഒന്ന് പുറകിലേക്ക് വലിക്കുമ്പോൾ നമുക്കിത് ഗ്യാദേഴ്സ് കിട്ടും. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഗ്യാദേഴ്സ് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രോക്സിലും ഗ്യാദേർഡ് കുർത്തിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഗ്യാദേഴ്സാണ്. ഞാൻ ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ പോർഷൻസും നമുക്ക് ഈവനായി തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഗ്യാദേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് സെക്യൂർ ആക്കുന്നതിന് വേണ്ടി നമ്മുടെ നോർമൽ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത്, അപ്പോൾ ഞാനിവിടെ 2.4 സ്റ്റിച്ചിങ് ലെങ്ത് ഇട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത് നമ്മൾ മാറ്റി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് വിഡ്ത്ത് എത്രയാണോ വേണ്ടത് ആ വിഡ്ത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ലൈനിങ് ഇട്ടിട്ടുള്ള കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോഡി പോർഷൻസ് എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൈഡ് സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ലൈനിങ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ലൈനിങ് ഇട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടി ഒരുമിച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മാത്രം സൈഡ് സ്ലിറ്റ് ഇട്ട് തുടങ്ങാവൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ താഴെ ഭാഗത്തു നിന്നും ബോട്ടം പോർഷനിൽ നിന്നും തുടങ്ങാം. അപ്പോൾ സൈഡ് സ്ലിറ്റ് ഇട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് കൂടി ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ ആദ്യം 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തു. ഇനി 1/2 ഇഞ്ചും കൂടി ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനിത് കട്ട് ചെയ്തപ്പോൾ 1 ഇഞ്ചാണ് സൈഡ് സ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് മാത്രം തന്നെയാണ് ഞാനിത് ഇതുപോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ താഴേക്ക് വരും തോറും നമ്മളെടുത്തിട്ടുള്ള ഈ 1 ഇഞ്ച് അതുപോലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ചെറിയ വേരിയേഷൻ വന്നാൽ പോലും നമ്മുടെ സൈഡ് സ്ലിറ്റ് കറക്റ്റായി കിടക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് സ്ലിറ്റ് കട്ട് ചെയ്യാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ടോപ്പ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ആ ബോഡി ക്ലോസ് ചെയ്ത പോർഷനിലെത്തി. ഇനി നമ്മളവിടെ നീഡിലിറക്കിയ ശേഷം ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതുപോലെ ക്ലോത്ത് ഒന്ന് തിരിച്ച ശേഷം വീണ്ടും ഇതുപോലെ അടുത്ത സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. അപ്പോൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴും നമ്മൾ എടുത്തിട്ടുള്ള ആ 1 ഇഞ്ച് മാത്രം തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സൈഡും കൂടി, ഈ അരികു വശം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ചുളിവൊന്നുമില്ലാതെ വളയാതെ തന്നെ നമ്മുടെ സൈഡ് സ്ലിറ്റ് കിടക്കും. ഞാനിവിടെ ഒരു അംബ്രല്ല കട്ട് കുർത്തി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടം ഭാഗമാണ് നമ്മളിനി ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടേക്ക് റോൾഡ് ഹെം സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫൂട്ടർ ഫസ്റ്റ് മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോർമൽ ഫൂട്ടർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ റോൾഡ് ഹെം ഫൂട്ടിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മളിതിലേക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മളിതിലേക്ക് റോൾഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 6 ആഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 6 ആഗ് സ്റ്റിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ സ്റ്റിച്ചിങ് ലെങ്ത് എത്രയാണോ അത് കൊടുക്കുക. ഞാനിവിടെ 2.5 ആണ് നോർമൽ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ക്ലോത്ത് വെച്ച ശേഷം ക്ലോത്തിൻ്റെ റോങ് സൈഡ് ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പോർഷൻസ് ആദ്യം നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത ശേഷം ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമുക്ക് വളരെ ഈസിയാണിത്. അപ്പോൾ സ്റ്റിച്ച് കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇപ്പോൾ ഞാനിത് വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാകും. ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് ഫ്രോക്സിൻ്റെയും ഇതുപോലെ അംബ്രല്ല കുർത്തിയുടെയും ഒക്കെ താഴെ വശം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള ഈ ഒരു കർവായിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് റോൾഡ് ഹെം സ്റ്റിച്ച് അല്ലാതെ നോർമൽ സ്റ്റിച്ച് എങ്ങനെയാണ് പൈക്കോട്ട് ഫൂട്ടിൽ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹൈലോ കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മെത്തേഡാണ്. ഇതുപോലെ കർവായിട്ടാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളിത് ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 6 ആഗാണ് എനിക്ക് സെലക്റ്റായി കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നോർമൽ സ്റ്റിച്ചിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നോർമൽ സ്റ്റിച്ച് കൊടുക്കുന്നത് അതിൽ തന്നെ മാറ്റിയാൽ മതി. ഇനി ഇതേ ഫൂട്ട് ഞാൻ പൈക്കോട്ട് ഫൂട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പോർഷൻ എവിടെയാണോ അവിടെ നമുക്ക് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് നന്നായി തന്നെ സ്ട്രൈറ്റ് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമുള്ളവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.